മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ തുറമുഖ വകുപ്പ് അധികൃതർ പരിശോധന തുടങ്ങി. മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാത്ത ഹൗസ് ബോട്ടുകൾ 19-ന് ശേഷം വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പരിശോധന. ആലപ്പുഴയിൽ ഉൾപ്പെടെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനാണ് തുറമുഖ വകുപ്പ് അധികൃതർ പരിശോധനാ നടപടി ആരംഭിച്ചിരിക്കുന്നത്. 2026 ജനുവരി 20 ഇടക്കാല ഉത്തരവ് പ്രകാരം മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റും ഇല്ലാതെ സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകൾ ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മാസത്തിന് ശേഷം വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന നിർദ്ദേശം വന്നതോടെയാണ് ഇത് സംബന്ധിച്ച പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19-ന് ശേഷം മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട് കായലിൽ സർവീസ് നടത്താൻ പാടില്ല എന്നാണ് ആലപ്പുഴ തുറമുഖ ഓഫീസർ ആൻഡ് രജിസ്റ്റർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. ഹൗസ് ബോട്ടുകളുടെ ശുചിമുറി മാലിന്യവും അടുക്കളയിൽ നിന്നുള്ള മലിനജലവും മറ്റും സംസ്കരിക്കാൻ സർക്കാർ തലത്തിൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് പുതിയ പരിശോധനാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. വേമ്പനാട് തടാകം, പുന്നമടക്കായൽ എന്നിവയെ പാരിസ്ഥിതിക നാശത്തിലേക്ക് നയിക്കുന്ന സ്ഥിതി ഒഴിവാക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.